സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാ വർക്കർമാർ സമരം തുടരുകയാണ്. ഇന്നത്തെ മലയാള മനോരമയിൽ വലിയ വാർത്തയുണ്ട്. ഒരു പേജിൻ്റെ മുക്കാൽ പേജും നീക്കിവച്ചിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ്. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് വേണ്ടി. ഇന്നത്തെ മനോരമ എന്ന് വെച്ചാൽ 2025 മാർച്ച് 29 മലയാള മനോരമ ദിനപത്രം. മലയാള മനോരമയിൽ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്ത തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുഖം തിരിച്ചവർക്ക് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും എന്നാണ് തലക്കെട്ട്. വാർത്ത പറയുന്നു, സമരത്തിൻ്റെ 50ാം ദിവസമായ 31-ന് മുടിമുറിച്ച് സമരം നടത്തുമെന്ന് ആശാ വർക്കർമാർ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുന്ന സമരം കടുപ്പിക്കാൻ ആശാ വർക്കർമാരുടെ തീരുമാനം. പട്ടിണി കിടന്ന് പ്രതിഷേധിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമരത്തിൻ്റെ 50ാം ദിവസമായ 31-ന് മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് സമരസമിതി അറിയിച്ചു. ആശമാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സർക്കാരിൻ്റെ സമീപനം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി ചൂണ്ടിക്കാട്ടി. സമരം ചെയ്യുന്ന ആശമാർക്ക് ഫെബ്രുവരി മാസത്തെ ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകിയിട്ടില്ല. സമരം ചെയ്യുന്നത് ആരൊക്കെയാണ് പ്രത്യേകം കണ്ടെത്തിയാണ് ഇവ നിഷേധിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ പ്രതികാര നടപടികളുടെ ഭാഗമായി ആളുകളെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നത് അപഹാസ്യമാണ്. പകരം മാന്യമായ നിലയിൽ സമരത്തിന് പരിഹാരം കാണുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് എസ് മിനി പറഞ്ഞിരിക്കുന്നത്. അതാണ് വാർത്തയായി നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആശാ സമരത്തെ അനുകൂലിക്കുന്ന നിരവധി വാർത്തകൾ 1, 2, 3, 4, 5, 6ഓളം വാർത്തകൾ ഈ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് മലയാള മനോരമ. എല്ലാ മാധ്യമങ്ങളിലും സമാന രീതിയിൽ വാർത്ത വരികയും ചെയ്തിട്ടുണ്ട്. ഈ മാസം 31-ന് സമരത്തിൻ്റെ 50ാം ദിനത്തിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും എന്നാണ് പറയുന്നത്. ആരാണ് സമരത്തിന് പിറകിൽ? എല്ലാവർക്കും അറിയാം, SUCI ആണ്. SUCIയോടൊപ്പം തന്നെ എല്ലാ കാലത്തും CPM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന എല്ലാവരും ഈ സമരത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്നുണ്ട്. UDF സഹായിക്കുന്നുണ്ട്, BJP സഹായിക്കുന്നുണ്ട്. ഇതിനേറെ പറയുന്നു, CPM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന, എല്ലാ കാലത്തും ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സാംസ്കാരിക നായകരും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. CR നീലകണ്ഠനുണ്ട്, അഡ്വക്കേറ്റ് A ജയശങ്കറുണ്ട്, അങ്ങനെ എല്ലാവരുമുണ്ട്. ഇവരെയൊക്കെ മുമ്പ് ഒരു സമരത്തിൽ നാം കണ്ടിരുന്നു. ആ സമരം ഏത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക ദേശീയപാത വികസനത്തിന് എതിരെ കീഴാറ്റൂരിൽ നടന്ന സമരമാണ്. അതിനു മുമ്പ് മറ്റൊരു സമരമുണ്ടായിരുന്നു. ഇതേപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചർച്ചയായി മാറിയ സമരം. ആ സമരത്തിലും ഉണ്ടായിരുന്നു ഒരു മുടിമുറിക്കൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് പിന്തുണയായി വന്നവർ എല്ലാവരും ഒന്നിച്ച് അണിനിരന്ന സമരം. ആ സമരത്തിലും ഉണ്ടായിരുന്നു ഒരു മുടിമുറിക്കൽ പ്രതിഷേധം. 2021 ഫെബ്രുവരി 27-നാണ് മുടിമുറിക്കുന്നത്. ആരൊക്കെ? വാളയാർ അമ്മ മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നു. കൂടെ 2 പേർ കൂടിയുണ്ട് മുടിമുറിച്ച് പ്രതിഷേധിക്കുന്ന 2 പേർ, സമരത്തെ അനുകൂലിക്കുന്ന 2 പേർ. ആ സമരപ്പന്തലിൽ അന്ന് ഒത്തുകൂടിയ CR നീലകണ്ഠൻ, അതേപോലെ അഡ്വക്കേറ്റ് A ജയശങ്കർ തുടങ്ങിയ നിരവധി പേർ, എത്രയോ പേരുകൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും. അവരെല്ലാം ഒന്നടങ്കം ഈ മുടിമുറിക്കൽ സമരത്തിനും ഒത്തുകൂടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ മുടിമുറിച്ച് പ്രതിഷേധിക്കുക എന്നത് ഇവരുടെ സമരത്തിൻ്റെ ഒരു ആചാരമായി മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമരത്തിന് പിന്തുണ നൽകിയത് ചെറിയ ആൾക്കാരൊന്നുമല്ല. UDF നേതാക്കൾ നൽകിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ BJP നേതാക്കളുണ്ട്, അതോടൊപ്പം ഇടതുപക്ഷ വിരുദ്ധരായ നേരത്തെ പറഞ്ഞ സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് കൂടി ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം MLA ആണ്, പാലക്കാട് MLA ആണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ഒരു പോസ്റ്റുണ്ട്, 2021 മാർച്ച് 8-ന് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുറുന്നു പ്രായത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഇല്ലാതാക്കപ്പെട്ട വാളയാറിലെ 2 പെൺകുഞ്ഞുങ്ങൾക്ക് നീതി തേടി അവരുടെ അമ്മ തല മുണ്ടനം ചെയ്ത് സത്യാഗ്രഹം ചെയ്യുന്നു. ഇത്രയുമായിട്ടും കണ്ണു തുറക്കാത്ത സർക്കാർ അങ്ങ് ഉത്തരേന്ത്യയിലല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. ഇനി ഒരൊറ്റ അമ്മമാർക്കും ഈ ഗതി ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചിത്രവും നൽകിയിട്ടുണ്ട്. മുടിമുറിക്കുന്നതിന് ചിത്രം, കരഞ്ഞുകൊണ്ട് മുടിമുറിക്കുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ ചിത്രവും കൂടി പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ സമരത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. വാളയാർ പെൺകുട്ടികളുടെ അമ്മയും 2ാം ഭർത്താവും ചേർന്നാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് വാളയാർ പെൺകുട്ടികളുടെ അമ്മ തന്നെയാണ് എന്ന് CBI കണ്ടെത്തിയിരിക്കുന്നു. കോടതിയിൽ കേസ് നടക്കുകയാണ്.
അടുത്ത ദിവസം കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയോടും കുട്ടികളുടെ രണ്ടാനച്ഛനോടും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം CBIയുടെ കുറ്റപത്രം വാളയാർ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതിയാക്കിയ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ കേസും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ തീയതിക്ക് ശേഷമുള്ള മറ്റൊരു തീയതിയിലാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയോടും രണ്ടാനച്ഛനോടും നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ CBI കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയമാണ് എന്ന് വെച്ചാൽ വാളയാർ പെൺകുട്ടികളുടെ അമ്മ മുടി മുറിച്ച് പ്രതിഷേധിച്ചു, അവരെ കൊണ്ട് മുടി മുറിപ്പിച്ചു. അത് ആരൊക്കെയാണ്? സമരസമിതി നേതാക്കളാണ്. അതിനുള്ള അതേ ആൾക്കാർ തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും ആശാ വർക്കർമാരെ കൊണ്ട് മുടി മുറിപ്പിക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ വാളയാർ സമരത്തിന് പിന്തുണ നൽകിയവർ ഒത്തുകൂടുകയാണ് വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ. വാളയാർ സമരത്തിന്റെ അവസ്ഥ എന്തായി എന്നത് നമ്മുടെ മുന്നിൽ ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ അതേ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മുടി മുറിച്ച് പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം, സ്ത്രീകളുടെ പ്രതിഷേധം വളർത്തിക്കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത് എന്നതുകൂടി കണക്കിലെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം ഈ വാർത്തയ്ക്ക് നൽകുന്നത്. ഇനി 31-ന് രാവിലെ മുതൽ TV ചാനലുകൾ ലൈവായിരിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. പിറ്റേന്ന് എല്ലാ മാധ്യമങ്ങളുടെയും 1-ാം പേജിൽ മുടി മുറിച്ച് നിൽക്കുന്ന ആശാപ്രവർത്തകയുടെ, അല്ലെങ്കിൽ ആരാണോ മുടി മുറിക്കുന്നത് അവരുടെ, ഇനി എല്ലാവരും മുടി മുറിക്കുമെങ്കിൽ അത് തന്നെ വലിയ ചിത്രത്തോടു കൂടി വാർത്ത കൊടുക്കുകയും അവരുടെ കണ്ണീര് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം മറ്റൊന്നുമില്ല കയ്യിൽ. ഏറ്റവും ഒടുവിലുള്ള ആയുധം പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി മകൾക്കും എതിരെയുള്ള ആരോപണമായിരുന്നു. മാസപ്പടി കേസ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന കേസായിരുന്നു. ഹൈക്കോടതി അതെടുത്ത് ചവറ്റ് കൊട്ടയിലിട്ട് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല കയ്യിൽ. നിസ്സഹായരാണ് പ്രതിപക്ഷം. അവർക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കൊടുക്കേണ്ടേ? ആ കച്ചിത്തുരുമ്പായി ആശാ വർക്കർമാരുടെ സമരത്തെ മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ UDFന്റെ BJPയുടെ നീക്കം. അത് വാളയാർ അമ്മയുടെ സമരത്തിന് എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെ ഈ സമരത്തിനും സംഭവിക്കും എന്ന കാര്യം സംശയമില്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതൊക്കെ മുടിമുറിക്കൽ ഒക്കെ ഒരു ആചാരമാക്കി മാറ്റുകയാണ് ഇത്തരം സമരക്കാർ. എല്ലാ സമരങ്ങളിലും ഇത് ഒരുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് കൗതുകത്തോടു കൂടിയാണ് കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർ കാണുന്നത്.